ഊഞ്ഞാപ്പാറ MTLP സ്കൂളിൽ ഇനി മുതൽ കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണവും വിളമ്പും. സാധാരണക്കാരായ നിരവധി പേരുടെ മക്കളാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പൂർവ്വ വിദ്യാർത്ഥികളുടെയും നല്ലവരായ ഒരുപറ്റം നാട്ടുകാരുടെയും ശ്രമഫലമായാണ് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കാലത്തെ നിങ്ങൾ എന്താണ് കഴിച്ചത് എന്ന ചോദ്യത്തിന് പ്രധാനാധ്യാപികയ്ക്ക് ലഭിച്ച മറുപടിയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ആവശ്യമായ ഭക്ഷണം പോലും കഴിക്കാതെയാണ് സ്കൂളിൽ എത്തുന്നത് എന്ന കാര്യം വ്യക്തമായത്. രാവിലെ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ സാധിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. പലവിധ കാരണങ്ങളാണ് പ്രഭാത ഭക്ഷണം കഴിക്കാതെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തുന്നതിന് പിന്നിൽ നിലനിന്നിരുന്നത്. എന്നാൽ 2 വർഷം മുൻപേ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയായിരുന്നു. ഒടുവിൽ പൂർവ്വ വിദ്യാർത്ഥികളും ഒരുപറ്റം സന്മനസ്സുള്ള നാട്ടുകാരും ചേർന്നാണ് പ്രഭാത ഭക്ഷണത്തിനായുള്ള തുക സമാഹരിച്ച് നൽകിയത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്നുള്ളത്. നമ്മുടെ ഏരിയ 25ഓളം കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ പഠിച്ചു വരുന്നത്. എന്നാൽ അവരിലെ മിക്ക പേരും രാവിലെ കഴിച്ചിട്ട് വരാൻ നമ്മൾ ചോദിക്കുമ്പോൾ ബിസ്ക്കറ്റ്, ബ്രെഡ്, അങ്ങനെയുള്ള റസ്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണ് വരുന്നത് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രഭാത ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് വലിയൊരു വിഷമം നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു നമുക്ക് കൊടുക്കാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഐസ്നോവർ സാറ്, അതുപോലെ തന്നെ നല്ല മനസ്സിനുടമയായ കുറേ ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഇന്നു മുതൽ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ എല്ലാവരും വന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു കർത്തവ്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇനിയും മുന്നോട്ടുള്ള ഓരോ ദിവസവും നമുക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഏവരുടെയും, നല്ലവരായ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജെസ്സി എം രാജൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ടെസ്സി മോനച്ചൻ, പൂർവ്വ വിദ്യാർത്ഥി കേണൽ ഐസനോവർ, PTA പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപിക റീമ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.